ഹായ്, ഞാൻ ഡോക്ടർ ലക്ഷ്മി, നിങ്ങളുടെ സ്വന്തം ENT ഡോക്ടർ ആൻഡ് വെൽക്കം ടു ENT 911. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ട് ഒബിഡിയിൽ കാണുന്ന ഒരു സംഭവമാണ് ഇയർ വാക്സ്. പേഷ്യൻസ് വന്നിട്ട് പറയും, ഡോക്ടർ എൻ്റെ ചെവിയിൽ ഭയങ്കര ഈ വാക്സിൻ്റെ പ്രശ്നമാണ്, എത്ര തവണ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, പിന്നെയും വരും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. ബേസിക്കലി വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ സ്കിന്നിന് മുകളിൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞ ലെയറാണ്. നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള സംഭവം കാണില്ല, അത് എപ്പിത്തീലിയം ഷെഡ് ഡൗൺ ആണ്. അങ്ങനെ എല്ലാവർക്കും ഷെഡ് ആകുമ്പോൾ അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ സ്കിന്ന് നമ്മുടെ ഇതിനകത്ത് സ്കിന്നാണല്ലോ, അപ്പം അത് ഷെഡ് ആവുമ്പോൾ ആ ഷെഡ് ആവുന്ന എപ്പിത്തീലിയവും പിന്നെ അതേപോലെ നമ്മുടെ ഈ ചെവിനകത്ത് കുറച്ച് ഗ്ലാൻസ് ഒക്കെ ഉണ്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സെറുമിനസ് സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ് ഉണ്ട്, അതിന്റെ സെക്രീഷനും പിന്നെ ഈ എപ്പിത്തീലിയൽ സെൽസും പിന്നെ ഈ ഡേർട്ടും അതൊക്കെ കൂടിയിട്ടാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി എപ്പിത്തീലിയൽ സെൽസ് ആക്ച്വലി ആദ്യം ഷെഡ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ആയിരിക്കും, പിന്നെ അത് എയറിനായിട്ട് കോണ്ടാക്ട് വന്ന് ഓക്സിഡൈസ്ഡ് ഒക്കെ ആയിട്ടൊക്കെയാണ് ഈ കറുത്ത കളറിലൊക്കെ വരുന്നത് വാക്സ്. അപ്പം അതാണ് വാക്സ്. ഈ വാക്സ് ശരിക്കും എന്തിനാണ് നമുക്ക് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. എന്ന് വെച്ചാൽ ഈ നല്ല ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ചില ആളുകളിൽ അതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ നോർമൽ രീതിയിൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ താനെ അത് പുറത്തേക്ക്, അതിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, അപ്പൊ താനെ അത് ഉണ്ടായി പുറത്തേക്ക് ഇങ്ങനെ തള്ളും. ഈ നമ്മുടെ ഈ ജോയിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടൊക്കെ അത് താനെ പുറത്തു പോകും. പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. പിന്നെ ചില ആൾക്കാരുടെ ഈ ഉള്ളിലെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. നോർമലിയുള്ള ഷേപ്പ് അല്ലാതെ ഭയങ്കര നാരോ ആയിരിക്കും, ചിലപ്പോൾ അതിന്റെ ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും അത് അക്യുമുലേറ്റ് ആവും, പുറത്തു പോകാനുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. പിന്നെ ഒരു മെയിൻ കാരണം ജെനറ്റിക് ആണ്. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് കൂടുതലായിരിക്കും ഇൻ കേസ് അത് അക്യുമുലേറ്റ് ആയി. അപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെവി കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇച്ചിങ്, മോസ്റ്റ് കോമൺ കോസ് നമ്മുടെ ഇയർ ചൊറിയുന്നതിന് മോസ്റ്റ് കോമൺ കോസ് വാക്സ് ആയിരിക്കും. അപ്പം ഇച്ചിങ്. പിന്നെ അതുപോലെ നമ്മൾ ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുത്തുമല്ലോ, ക്യൂട്ടിപ്പും ചാവിയൊക്കെ എടുത്തിട്ട് കുത്തി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന് നമുക്ക് പെയിൻ കൂടും. അപ്പം ഈ ഇച്ചിങ്ങും പെയിനും അതേപോലെ ഈ കേൾക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ENT ഡോക്ടറെ കാണാം. ഇനി നിങ്ങൾ ENTയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? യൂഷ്വലി ഫസ്റ്റ് ഇത് ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് റിമൂവ് ചെയ്യാം. ഭയങ്കര ഹാർഡ് വാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇയർ വാക്സ് സോഫ്റ്റ്നർ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ സോഫ്റ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 daysനുള്ളിൽ അത് ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ക്യാമറയിൽ നോക്കി വിഷ്വലൈസ് ചെയ്ത് അത് എടുത്തു തരും. മാനുവലി എടുക്കുകയാണ് നല്ലത്. ചില ആൾക്കാർ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്, അതിനൊക്കെ ബെറ്റർ മാനുവലി എടുക്കണം. See you in the next video. Bye.